ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. രാവിലെ റെഡിയൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാവരും ഇറങ്ങി. യെസ്, എല്ലാവരും ഇറങ്ങി. ഹായ് 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 ബൈ. സോ എല്ലാവരും ഇറങ്ങി നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. യെസ്, ഇതാണ് വീടിൻ്റെ ഔട്ടർ ലുക്ക്. യെസ്, അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പോവാൻ പോകുന്നു. ടാറ്റാ ബൈ. നോക്ക് നിഷ്ക. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അങ്ങനെ നോക്ക്. ഞങ്ങളങ്ങനെ രാവിലെ ഫസ്റ്റ് റൈഡിന് പോകാൻ പോവാണ്. ക്യൂവിൽ വെയിറ്റിംഗ്. റൈഡ് അതാ വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ഇതിൽ കയറാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഫുള്ള് റൈഡ്സിൽ പോക്കാണ് ടാർഗറ്റ്. ഞങ്ങൾ അങ്ങനെ ആ റൈഡിൽ കയറി. ഹാപ്പി ഉറക്കം കാണാൻ ഹാപ്പി കൊണ്ടുപോകാൻ പറ്റിയില്ല. ഇതിൽ പോവാന്ന് വിചാരിച്ചു, പക്ഷേ ഇതിപ്പം വർക്കിംഗ് അല്ല ഇപ്പോൾ. എനിക്കൊന്നും സമയമായിട്ടില്ലാന്ന് തോന്നുന്നു. ഇനി അത് തന്നെ ഓൺ ആവും അവർക്ക്. ലൈക്ക് ഈവനിങ് ടൈമോ എന്തോ ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ബോട്ട് സഫാരി പോയാലോ എന്ന് ആലോചിക്കുന്നു ഇതിൻ്റെ അകത്ത്. സോ ഈ വഴിക്കാണ് പോവേണ്ടത്, ബോട്ട് സഫാരി. യെസ്, ഇതെന്ത് സംഭവമാണെന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് അല്ല എന്ന് ഞാൻ പറയാൻ വന്നായിരുന്നു. താണ്ട കൂടെ വർക്കിംഗ് ആണ്. ജീപ്പ് സഫാരി എന്ന് തോന്നുന്നു. ഈ വാലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ഒട്ടും സമയമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് അടുത്തതിന് എന്ത് വരുന്നു അതിൽ പെട്ടെന്ന് കയറാം എന്ന ഐഡിയയിലിരിക്കുകയാണ്. എനിക്ക് കളർഫുൾ വാലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ. ഇനി ഇതിൽ പോകാനാണ് പ്ലാന്. പക്ഷെ ഇതിൽ കൊച്ചു പിള്ളേർക്ക് കയറാൻ പറ്റൂല. ഹാപ്പിനെ കൊണ്ട് പോകാൻ വിചാരിച്ചു. എന്താ സംഭവം എന്നറിയോ, ഇത് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഒരു ഹാൻഡിലുണ്ട്. അപ്പം എനിക്ക് അവനെ മടിയിലിരുത്തിയിട്ട് എനിക്ക് തോന്നണില്ല അത് നടക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അവൻ കുറച്ചുകൂടെ വലുതായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതിൽ ഇനി കയറണോ വേണ്ടേ എന്നതാണ് ഇപ്പം ആലോചിക്കുന്ന കാര്യം. കുറേ ഉണ്ട് ആനക്കുട്ടി, കുറേ ആനക്കുട്ടിയുണ്ട്. ഞാൻ കയറണോ വേണ്ടേ ഇപ്പം ആലോചനയിലാണ്. അടുത്ത റൗണ്ട് കയറണോ വേണ്ടേ എന്നുള്ള ആലോചനയിലാണ് കുട്ടിയെ. ഇനി ഞങ്ങൾ ജെയിൻറ്റ് വീലിൽ കയറാമെന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പ് ബോട്ട് റൈഡിങ് പോകണമെന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് നല്ല ആഴം ഉള്ളതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വലിയ ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ജെയിൻറ്റ് വീലിൽ പോകണമെന്നുണ്ട്. പക്ഷേ ഈ ജെയിൻറ്റ് വീലിൻ്റെ പിറക് സൈഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വേറെ ഒരു പിള്ളേർക്ക് പോകാൻ പറ്റിയ ഒരു ബോട്ടിംഗ് ഉണ്ടെന്നൊക്കെ പറയണം. നമുക്ക് നോക്കണം അത് പറ്റുമോന്ന്. എന്നാൽ നമ്മളും പോകാം. ഹാപ്പിക്കുട്ടിനെയും മിഷ്കയൊക്കെ കൊണ്ട് പോകാനിരിക്കുന്നു.
കുട്ടി മുണ്ടിയാണ് നടക്കുന്നത്. കാല് ചെറുതായിട്ടൊന്ന് സ്ട്രെയിനായി. ഇവിടെ മുട്ടിന് താഴെയായിട്ട് ഒരു ചെറിയൊരു പിടുത്തം പോലെ. അയ്യോ, പക്ഷെ ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ മാറും. നടന്നിട്ടൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ആകുമ്പോൾ മാറിക്കോളും. ഞാൻ അതുകൊണ്ട് വീണ്ടും ഞങ്ങളിങ്ങനെ നടന്ന് അടുത്ത രാവിലെ തൊട്ട് നാക്ക് കുഴഞ്ഞിരിക്കുന്നു. അടുത്ത റൈഡിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ബോട്ട് സഫാരിയാണ് പോകാൻ പോകുന്നത്. പക്ഷെ ഇവിടെയും അൺഫോർച്ചുനേറ്റ്ലി സ്റ്റാർട്ട് ചെയ്തില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. യെസ്, നമ്മളങ്ങനെ ബോട്ടിൽ കയറാൻ പോകുന്നു ഗൈസ്. ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ വരും? കേറി. നമ്മള് ബോട്ടിൽ പോകുന്നേ. ഹാപ്പി കുട്ടൻ ഉറക്കുവാണ്. അവിടെ ഫ്രണ്ട്സിന്റെ അടുത്ത് കൊടുത്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. കൊച്ചു പിള്ളേർ ഇവിടെ ബോട്ടിൽ അലൗഡ് അല്ല. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ബോട്ടിൽ പോകാൻ പോകുന്നത്. Er liegt das auch als Klickbeet und sehr zu laufen, wie man sieht. Wow, das gibt doch Kopfschmerzen. ഇവിടെ ഈ ബോട്ടിൽ ഓരോരോ സ്ഥലത്ത് വരുമ്പം എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ എവിടെയൊക്കെയോ എന്തൊക്കെയോ. Da sind die Futterbrücke von Bingkong, etwas Größe 300. Die hat er da hinterlassen, als er von den Autos gesprungen ist. Jetzt sind die Autos kaputt und Bingkong ist einfach abgehauen. Wie die Sabbern! ഫുള്ള് നനഞ്ഞു കഴിച്ചു. വെള്ളം
oder es viel zu warm ist. Denn sonst würde er sein Regenherz aufhören und dann wären wir jetzt alle Kinder geworden. ഞങ്ങൾ അങ്ങനെ തീർത്തു ഗൈസ്. Eins, ബോട്ട് ട്രാവൽ എത്തി. ഓ അങ്ങനെ ഫൈനലി നമ്മള് ഇറങ്ങാൻ പോകുന്നു. Dankeschön. Dankeschön. Yeah. Oh no. Bei ihrer Entdeckung im 19. Jahrhundert galten die Dinosaurier als ausgesprochen dumm und einzelgängerisch, blieben ja auch kaum ein soziales Verhalten an den Tag. Im Laufe der Zeit haben aber immer mehr Funde belegt, dass diese Eigenschaften nicht ohne weiteres auf alle Dinosaurier übertragen werden können. Zumindest einige Arten. Reptilien ihre Eier in der Regel Was denn? einfach ablegen und sich dann Ja, Marderwellen war. Belege Dinosaur ആവാനുണ്ട്. കിട്ടാറായി ഡൈനോസർ. തൂങ്ങി മരിച്ച ആളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എനിക്ക് തോന്നുന്നത് ഹാലോവൻ ഡേക്ക് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊള്ളാവോ? എങ്ങനെയുണ്ട്? ഓൺ ക്യാമനു ഫ്രം സെമത്താരൻ. Yeah. ഇതാണ് വണ്ടിയുടെ ഡ്രൈവർ. അങ്ങേര് കയറാൻ പോണതാ. ട്രെയിൻ ഇപ്പം എടുക്കാൻ പോകുന്നേ. യെസ്, അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ട്രെയിൻ യാത്ര കഴിഞ്ഞിരിക്കുന്നത്. വേറൊരു സ്ഥലമാണ് നമ്മൾ വന്നേക്കണേ. ആ സ്ഥലമില്ല, അപ്പം നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം ആയിട്ടില്ല എന്നതാണ് എൻ്റെ അർത്ഥം.
കേറിയ കൊള്ളാന്നുണ്ട്. അല്ല, നമുക്ക് രണ്ടുപേർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൽ കയറിയ കൊള്ളാന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സമയം ഉണ്ടോയെന്ന് നോക്കണം. 5 മണിക്കാണ് നമ്മളുടെ ബസ്സുള്ളത്. അതുകൊണ്ട് ഇതിലൊക്കെ കയറാമായിരുന്നു. ഇത് വേറൊരു സൈഡാണെന്ന് തോന്നുന്നു. ഇനിയിപ്പം അവിടെ തന്നെ ഇരിക്കണം. ട്രെയിനിൽ പോകുകയാണ്. ഇതൊക്കെ കൊല്ലാവോ? അവൻ നോക്കണം കേട്ടോ. ചെയിനി പോനെ. യെസ്, ഇവിടെ നമ്മൾ ബോട്ടിങ് വന്ന സ്ഥലമാണ്. കാണാൻ പറ്റുള്ള അല്ലേ? കഴിഞ്ഞിരിക്കുന്നു സക്സസ്ഫുള്ളി. ഇവിടെ നമ്മൾ വന്നേ ഇല്ല. ഇവിടെ ഒന്ന് പാതി നിർത്തിത്തരോ ഇവര് ഇറങ്ങി പോവാൻ. ട്രെയിന് പോണേ. ഇതില് ആണ് നമ്മളിപ്പോ പോയിട്ട് വന്ന ഗൈസ്. ബൈ ബൈ. നീ എന്ത് പാലൂച്ചാത്ത? ആ, ചിരിക്കല്ല പറഞ്ഞേ, കള്ളച്ചിരി ചിരിക്കല്ല പറഞ്ഞേ. എന്തിനു പാലൂച്ചാത്ത? കള്ള എന്തിനാ പാലൂച്ചാത്ത? ചിരിക്കല്ല പാഞ്ഞേ. എന്ത് പാലൂച്ചാത്ത? എന്ത് പാലൂച്ചാത്തന്ന്? അതിലേ പറഞ്ഞു ഇപ്പൊ വിളിക്കുന്നു. സൂം ചെയ്യുമായിരുന്നു ഒന്ന് പിടിച്ചു. അങ്ങനെ വല്ലവേദന വീടെത്തി ഗൈസ്. രാത്രി 9:30 ആയി. ഇനി വേണം പോയി ഡിന്നർ കഴിക്കാൻ. യെസ്.